ഈ ടൂർണമെന്റിൽ ഇത് പാകിസ്ഥാനെ 3-ാം തവണയും കീഴടക്കിക്കൊണ്ട് ഇന്ത്യ ഏഷ്യ കപ്പിലെ തങ്ങളുടെ 9ാം കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. പാകിസ്ഥാൻ ഉയർത്തിയ 147 റൺസ് വിജയലക്ഷ്യം 2 പന്ത് ബാക്കി നിർത്തിക്കൊണ്ടാണ് ഇന്ത്യ 5 വിക്കറ്റിന്റെ ഉജ്ജ്വല വിജയം സ്വന്തമാക്കിയത്. എടുത്തു പറയാനുള്ളത് തിലക് വർമ്മയുടെ ഒരു മികച്ച ഇന്നിംഗ്സ് തന്നെയായിരുന്നു. 3 വിക്കറ്റ് നഷ്ടത്തിൽ 20 റൺസ് എന്ന നിലയിൽ തകർന്ന ഇന്ത്യയെ തിലക് വർമ്മയുടെ അർദ്ധ സെഞ്ചുറി പ്രകടനമാണ് വിജയത്തിലേക്ക് നയിച്ചത്. 53 പന്തിൽ 3 ബൗണ്ടറിയും 4 സിക്സറും സഹിതമാണ് തിലക് വർമ്മ 69 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന് ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായത്. 2 അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടുകളും നിർണായകമായിരുന്നു. അതിലൊന്ന് മലയാളി താരം നമ്മുടെ സ്വന്തം സഞ്ജു സാംസണുമായി ചേർന്ന് 4ാം വിക്കറ്റിൽ ചേർത്ത 57 റൺസിന്റെ പാർട്ണർഷിപ്പ് അത് വളരെ നിർണായകം തന്നെയായിരുന്നു. ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ അടിത്തറയിൽ പ്രത്യേകിച്ച് 20 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിൽ തകർന്ന ഇന്ത്യയെ സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്നുള്ള 4ാം വിക്കറ്റ് കൂട്ടുകെട്ടായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയത്. 57 റൺസായിരുന്നു 4ാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് സ്വന്തമാക്കിയത്. പിന്നീട് സഞ്ജു സാംസൺ 24 റൺസ് എടുത്ത സഞ്ജു സാംസൺ പുറത്തായ ശേഷം എത്തിയ ശിവം ദുബെക്കൊപ്പവും 50 റൺസിന് മുകളിൽ ഒരു അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് തിലക് വർമ്മ സ്വന്തമാക്കി. ശിവം ദുബെ അവസാന ഓവറുകളിൽ മടങ്ങിയപ്പോഴാണ് റിങ്കു സിംഗ് ഈ ഏഷ്യ കപ്പിലെ ഈ ടൂർണമെന്റിൽ ആദ്യമായി അവസരം കിട്ടിയ റിങ്കു സിംഗ് ആദ്യ പന്ത് തന്നെ ബൗണ്ടറി കടത്തിക്കൊണ്ട് ഇന്ത്യക്ക് കിരീടവും വിജയവും സമ്മാനിച്ചിരിക്കുന്നു.